പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ രാജേഷ് ദേശായി, തിരുവനന്തപുരത്ത് കേശവദാസപുരം എന്ന ഭാഗത്ത് വസിക്കുന്നു. ഇവിടെ ശിവയോഗം പഠിക്കാനായിട്ടും നമ്മുടെ ഗുരുജിയുമായിട്ട് ഒത്ത് ചേർന്ന് ഇവിടെ തമിഴ്നാട്ടിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ശാന്തമായ ദിവ്യമായ ഒരു യോഗവിദ്യയാണ്, അപൂർവമായ ഒരു യോഗവിദ്യയാണ്. നമ്മുടെ ഗുരുജി പഠിപ്പിക്കുന്ന ഇത്രയും നല്ല പ്രോപ്പറായിട്ടുള്ള നോളജ് ഞാൻ ഇവിടെ നിന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഗുരുജിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സ്വാമിജി, ഈ നടരാജ തത്വം എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, നടരാജർ തത്വം എന്ന് പറയുമ്പോൾ ഇന്ത്യ ലെവലിൽ ഈ നടരാജർ വിഗ്രഹങ്ങളും ആരാധനകളും പഴയ കാലത്ത് നിന്ന് തമിഴ്നാട്ടിൽ മാത്രം ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ കുറവ്. അത് ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ഈ ഡൊണേഷനായിട്ട് നടരാജർ വിഗ്രഹം കൊടുത്താണ് അവിടെ ഇരിക്കുന്നത്. ഈ നടരാജ വിഗ്രഹം ഇപ്പോൾ ചിദംബരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ചിദംബരം എല്ലാവരും പോകുന്നു. അപ്പോൾ ചിദംബരത്തിൽ ശിവൻ നൃത്തം ആടുകയാണ്. അപ്പോൾ ശിവൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുകയാണ്. ശിവനും ശക്തിയും ആകാശമാണ് അങ്ങേരുടെ ദേഹം. അപ്പോൾ അതിൽ നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ് പരാശക്തി. അപ്പോൾ ഈ രണ്ടുപേരുടെ ഒരു മൂവ്മെൻറ്റ് കൊണ്ടാണ് ലോകം കംപ്ലീറ്റ് ഏങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇവിടെ ഈ നടരാജർ തത്വം എന്തെന്ന് വെച്ചാൽ അത് പിന്നെ ചിദംബരം പറഞ്ഞാൽ അത് ചിത്ത് പ്ലസ് അമ്പരം, മനസ്സിൻ്റെ വെളി, അത് ആകാശ പെരുവഴി, അത് പുറത്തിരിക്കുന്നു. അതിൻ്റെ ഒരു അംശമായിട്ട് മനസ്സും പെരുവഴിയാണ് ചിതാകാശം. അവിടെയാണ്, അതിൻ്റെ പേരാണ് ചിദംബരം. അപ്പോൾ അവിടെയാണ് നൃത്തം ആടുന്നത്. അപ്പോൾ ചിദംബരത്തിന് ഇന്നൊരു പേര് തില്ലൈ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ്. ലോകത്തിൻ്റെ ഒരു വര വരച്ച, നമ്മളിപ്പോൾ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്ന മാതിരി ഒരു ലൈനുണ്ട്. അങ്ങനെ ഉള്ള ഇതെല്ലാം ഇതിന് നൃത്തം ആടുന്നത്. അപ്പോൾ ഈ നൃത്തം എന്ന് പറയുമ്പോൾ നടരാജർ നൃത്തം ദർശനം കിട്ടുന്നുണ്ട്. പക്ഷേ അത് 108 ഡാൻസുണ്ട്, 108 എണ്ണം ഉണ്ട്. അതിൽ പല തരത്തിലുള്ള ഡാൻസുണ്ട്. ഇവിടെ കാണുന്നത്, ദർശനം ചെയ്യുന്ന ആനന്ദക്കൂത്ത്, ബ്ലിസ്ഫുൾ ഡാൻസ്, അങ്ങ് ശിവൻ ഇങ്ങനെ ആനന്ദമായിട്ട് ആടുന്നത്. അപ്പോൾ അതിനെ ദർശനം ചെയ്താൽ എല്ലാവർക്കും ആനന്ദം ഉണ്ടാവും. അതിനു വേണ്ടിയാണ് ആനന്ദ ദർശനത്തെ, നൃത്തത്തെ ക്ഷേത്രങ്ങളിൽ വെച്ച് വഴിപെടും. അതില്ലാതെ ഒരുപാട് ഡാൻസുണ്ട്. അതൊക്കെ ചിലപ്പോൾ കാണാൻ പേടിയുള്ള ഡാൻസും ഉണ്ട്. അത് കാളിയുടെ കൂടെ ചേർന്ന് തിരുവാലങ്കാട്ടിൽ ഡാൻസ് നൃത്തം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാണാൻ ഒരു ധൈര്യമുള്ളവർക്ക് തന്നെ കാണാൻ പറ്റും. പക്ഷേ ഈ ആനന്ദ നടനം എല്ലാവർക്കും ദർശനം ചെയ്യാൻ ജീവിതത്തിൽ നല്ല അനുഗ്രഹം കിട്ടും. അപ്പോൾ ഇതിൽ എന്തോന്ന് തത്വം വെച്ചാൽ കയ്യിൽ ഒരു ഉടുക്ക വെച്ച് ആടുന്നു. അതാണ് ക്രിയേറ്റീവ് എനർജി, ബ്രഹ്മ. അതിൽ ഓംകാരത്തിൽ നിന്നാണ് സകലം ഉണ്ടാവുന്നതെന്നുള്ളതുകൊണ്ട് ആ കയ്യിലുള്ള എനർജി ബ്രഹ്മ. ഇന്നൊരു കൈ ഇങ്ങനെ അഭയഹസ്തം. അപ്പോൾ അഭയഹസ്തത്തിൽ എന്തെന്ന് വെച്ചാൽ ബ്രഹ്മ, ഞാൻ തന്നെ, ഈ വിഷ്ണു, ഞാനാണ് എല്ലാത്തെയും സംരക്ഷിക്കണമെന്നുള്ള ഇത്. അടുത്ത ഒരു കയ്യിൽ തീച്ചട്ടി വെച്ചിരിക്കുന്നു. അതാണ് ഞാൻ സംഹാരം ചെയ്യുന്നതും. അത് ഇവിടെ രുദ്രരാണ്. നിറയെ പേർക്ക് ആൾ ഇന്ത്യ ലെവലിൽ പോയാൽ ശിവനെ ഒരു സംഹാരമൂർത്തി എന്നാണ് കാണുന്നത്. ശിവൻ ടോട്ടലായിട്ടുള്ള ശിവം എനർജി അല്ല, രുദ്രൻ മാത്രമാണ് സംഹാര എനർജി. അതിന് ശേഷം എന്ന് വെച്ചാൽ മഹേശ്വരൻ, അത് നിങ്ങൾ പോയ ജന്മത്തിൽ എന്തായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ, എപ്പോൾ സമാധിയാവുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചിരിക്കുന്നതാണ് മഹേശ്വരൻ. അപ്പോൾ മഹേശ്വരനെ നിങ്ങൾ ധ്യാനം ചെയ്താൽ ലാസ്റ്റ് ജന്മത്തിൽ എന്തായിരുന്നു അറിയാം, നിങ്ങൾ എപ്പോൾ സമാധിയാവുമെന്ന് അറിയാം. ചില സ്വാമികളൊക്കെ പറയും ഇത്രാം തീയതി സമാധി. അത് മഹേശ്വരനാണ് അറിയിക്കുന്നത്. അത് മൈൻഡ് റീഡിങ് പവറൊക്കെ ഉണ്ട്. അടുത്ത ഒരു കാല് നൃത്തം ഇങ്ങനെ തൂക്കി വെച്ചിരിക്കും. അപ്പോൾ തൂക്കിയ തിരുവടി, അത് സദാശിവൻ അനുഗ്രഹം. നിങ്ങൾ നിങ്ങളുടെ തല ആ തൂക്കിയ തിരുവടിയിൽ അത് പെട്ടാൽ നിങ്ങൾക്ക് മുക്തി കിട്ടും. അതെന്നുള്ള ഇതാണ്. അതിൻ്റെ മേലെ അരൂപ ശക്തികളുണ്ട്, അരൂപം. അപ്പോൾ ഈ ചിദംബരത്തിൽ നിങ്ങൾക്ക് 3 വിധമായിട്ടുള്ള വഴിപാടുമുണ്ട്. നിങ്ങളിപ്പോൾ ഒരു രൂപമുണ്ട്, അതാണ് നടരാജർ.
അരൂപരൂപം ശിവലിംഗം അവിടെ ഉണ്ട്. അത് അരൂപരൂപം. അരൂപം എന്ന് പറഞ്ഞാൽ കണ്ണിൽ കാണാൻ പറ്റാത്ത ഇത്. അതാണ് ചിദംബര രഹസ്യം എന്ന് പറയുന്നത്. ബിന്ദു, നാദം, പരബിന്ദു, പരനാദം, ഈ 4 അരൂപം കണ്ണിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഈ 9 തത്വങ്ങൾ ഇതിൽ ചേർന്നിരിക്കുന്നതിൻ്റെ പേരൊന്ന് നവന്തരൂഭേദം. ശിവൻ വന്ന് 9 സ്റ്റേജിൽ ഇരിക്കുകയാണ്. ആ 9ഉം ചേർന്നതാണ് നടരാജ പെരുമാൾ. അപ്പോൾ ബ്രഹ്മ എന്ന് പറയുന്നത് ആ 9 എനർജിയിൽ ഒരു എനർജി. വിഷ്ണു എന്ന് പറയുന്നത് ആ 9 എനർജിയിൽ 2 എനർജി. അത് 3 എനർജി രുദ്രൻ. 4ാമത് എനർജി വന്ന് മഹേശ്വരൻ. ഇവരൊക്കെ രൂപം. അത് സദാശിവൻ വിശുദ്ധിയിലിരിക്കുന്ന അത് വന്ന് അരൂപരൂപം. അപ്പോൾ മനുഷ്യൻ്റെ ആധാരങ്ങളിൽ തന്നെ ഈ 9 എനർജിയും ഇരിക്കുകയാണ്. അതിനെ ബേസ് ചെയ്താണ് ഞാനാണ് ശിവയോഗം പ്രാക്ടിക്കൽ ഡെവലപ്പ് ചെയ്തത്. ഇതിനു മുമ്പ് ആരും ആധാരങ്ങളിൽ ഈ നടരാജർ തത്വത്തെ അത് വന്ന് ചേർത്ത് ആരും പറഞ്ഞിട്ടില്ല. ഞാനാണ് പറയുന്നത്. അപ്പോൾ വന്ന് വിശുദ്ധിയിൽ സദാശിവൻ. അപ്പോൾ അടുത്ത ആജ്ഞാ സഹസ്രാരത്തിൽ ബിന്ദുനാദം, ഗുരുമണ്ഡലം നിരാധാരത്തിൽ പരബിന്ദു, പരനാദം. ഇങ്ങനെ 9 ഇത് ചേർന്ന തത്വമാണ് നടരാജർ ഫിലോസഫി. അപ്പോൾ ഈ നടരാജർ വർഷിപ്പ് ചെയ്ത് ഇവിടെ ഉള്ള സിദ്ധന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലും ഉണ്ട്, ഒരുപാട് പേർക്ക് അറിഞ്ഞൂടെ. ചേരമാൻ പെരുമാൾ നടരാജ ഭക്തൻ. ഡെയിലി നടരാജർ പൂജ ചെയ്ത് അതിൻ്റെ നടരാജരുടെ ശലങ്ക ശബ്ദം കേൾക്കും ഡെയിലി. അത്രയ്ക്കുമുള്ള പവർഫുള്ള സിദ്ധനാണ്. അങ്ങേര് ദേഹത്തോട് കൈലാസ് പോയി. അങ്ങേരെ കൂടെ മറ്റേ സുന്ദരമൂർത്തി നായനാർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള ഇതും പോയി. പക്ഷേ ഇപ്പോൾ കേരളത്തിലുള്ളവർ എന്ത് വിചാരിച്ചിട്ടുണ്ട്, ഇത് ചേരമാൻ പെരുമാൾ മുസ്ലിമായി. ചേരമാൻ പെരുമാൾ മുസ്ലിമും ആയില്ല, ഒന്നും ആയില്ല. അങ്ങേര് സിദ്ധനാണ്. ചേരമാൻ പെരുമാൾ നബിയെ കണ്ട് മുസ്ലിമായിരുന്നത് കള്ളക്കഥയാണ്. നബി മരിച്ചത് 630. ചേരമാൻ പെരുമാൾ കൈലാസത്തിൽ ചേർന്നത് 840. അത് പോയിട്ട് കൈലാസം പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ശേഷം ആ ട്രഡീഷനൊക്കെ മാറി. ചേരൻ എന്ന് പറഞ്ഞ് ചേരമാൻ പെരുമാളായി. അതിൻ്റെ ശേഷം തുടർന്ന് നടന്നില്ല. അപ്പോൾ ചേരമാൻ പെരുമാൾ പൂജ ചെയ്ത ആ പാലസിയാണ് മുസ്ലിമുകൾ, ഈ ഫാറിൽ നിന്ന് വന്ന മുസ്ലിമുകൾ അതിനെ വന്ന് കയ്യേറി ഇപ്പോൾ വന്ന് മസൂദി എന്നൊക്കെ വെച്ച് പറഞ്ഞ് അതല്ല, ചേരമാൻ മസ്ജിദ് അല്ല. അത് ചേരമാൻ്റെ കൊളുത്തി വെച്ച വിളക്ക്, വാള്, ഇതൊക്കെ അവിടെ ഉണ്ട്. സോ ഇങ്ങനെ ചേരമാൻ ഒന്ന് നടരാജ ഭക്തനാണ്. ഇപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നടരാജർ തത്വം വന്ന് ചേരമാൻ പെരുമാളാണ് കൂടുതൽ ചെയ്തത്. ഇവിടെ എല്ലാ ക്ഷേത്രത്തിലും നടരാജർ മുഖ്യമായിട്ടുള്ള ക്ഷേത്രത്തിൽ വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചിദംബരം വഴി കേരളത്തിൽ 4 ചിദംബരം എന്നുള്ള പേരിലുള്ള ക്ഷേത്രമുണ്ട്. മറ്റേ പരശുരാമർ പ്രതിഷ്ഠ ചെയ്ത ശിവക്ഷേത്രങ്ങൾ 108 4 ചിദംബരം എന്നുള്ള പേരിലിരിക്കുകയാണ്. പക്ഷേ ജനങ്ങൾ അവിടെ വന്ന് പൂജ ചെയ്യുന്നത് ഇവിടെ മാതിരിയുള്ള ഇത് ഫങ്ഷന്, തേരോട്ടം അതുമാതിരി ഒന്നുമില്ല അവിടെ. അതാണ്. അപ്പോൾ ഇവിടെ ചിദംബരത്ത് ഒറിജിനൽ തമിഴ്നാട്ടിലിരുന്ന ചിദംബരത്ത് എന്തൊക്കെ ഫങ്ഷൻ എടുക്കുന്നു അതൊക്കെ കേരളത്തിലും ഇത് ചെയ്യണം. പക്ഷേ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ പൂജാമുറയെല്ലാം ഈ മാറി കളഞ്ഞു. അത് തിരിച്ചും കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടരാജൻ്റെ അനുഗ്രഹം തരാൻ ഇന്നും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.